Hi friends, welcome to the dazzling world of biology. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് 8ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. അനിമൽ ടിഷ്യൂസ് ഏതൊക്കെയായിരുന്നു? എപ്പിത്തീലിയൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് സെല്ലിനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് പ്ലാന്റ് സെൽസ്? ആദ്യം നമുക്ക് പ്ലാന്റ് സെൽസിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. പ്ലാന്റ് സെൽസ് ഓർ ടിഷ്യൂസ്. നമുക്കറിയാം സെൽസിൻ്റെ ഗ്രൂപ്പാണ് ടിഷ്യൂസ് അല്ലേ, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ടിഷ്യൂസ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5 ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്, ആദ്യം നമുക്കതിൻ്റെ പേര് മാത്രം നോക്കാം. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, പിന്നെ അത് കൂടാതെ വാസ്കുലാർ ടിഷ്യൂസ്. വാസ്കുലാർ ടിഷ്യൂസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, സൈലം ആൻഡ് ഫ്ലോയം. അപ്പോൾ സൈലവും ഫ്ലോയം കൂടി ചേർന്നിട്ടാണ് 5 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, സൈലം ആൻഡ് ഫ്ലോയം. സൈലം ഫ്ലോയത്തിന് ഒന്നിച്ച് പറയുന്ന പേരാണ് വാസ്കുലാർ ടിഷ്യൂസ്. ഇനി നമുക്ക് ഈ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് അബൌട്ട് പാരൻ കൈമ. എന്താണ് പാരൻ കൈമ എന്ന് നോക്കാം. പാരൻ കൈമേൻ്റെ ഒന്നാമത്തെ കാര്യം, കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് ദി സിംപിളസ്റ്റ് സ്ട്രക്ചർ. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ് പാരൻ കൈമക്കുള്ളത്. അതായത് ഇതിൽ നിങ്ങൾ കാണുന്ന ജസ്റ്റ് വട്ടത്തിൽ മാത്രമുള്ളത് ആ ഒരു സ്ട്രക്ചറിലാണ് പാരൻ കൈമ കാണുന്നത്. അതായത് ഓവർലാപ്പ് ചെയ്യൂല, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കൂല. പിന്നെ എങ്ങനെയാണ്? ഒന്നാമത്തെ സെല്ല്, രണ്ടാമത്തെ സെല്ല്, മൂന്നാമത്തെ സെല്ല്, ഇങ്ങനെ അടുത്തടുത്ത് വട്ടത്തിലായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന, സൈസൊക്കെ വ്യത്യാസം ഉണ്ടാവും, ഈ റൗണ്ടിൻ്റെ സൈസൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സെൽസിനെയാണ് എന്ത് പറയുന്നത്? പാരൻ കൈമ. സിമ്പിൾ അല്ലേ? അപ്പോൾ സിമ്പിൾ സ്ട്രക്ചർ, ഈ 5 എണ്ണത്തിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ് പാരൻ കൈമക്കുള്ളത്. ഇനി സീൻ ഇൻ ദി സോഫ്റ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്. സോഫ്റ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്. ഒരു പ്ലാന്റ് നമ്മൾ എടുത്താൽ, ഒരു ചെടി എടുത്താൽ അതിന് സോഫ്റ്റ് പാർട്ടും ഉണ്ടാവും, അതുപോലെ ഹാർഡായിട്ട് പൊട്ടിക്കാൻ പറ്റാത്ത പാർട്സും ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ സോഫ്റ്റ് പാർട്സിൽ കാണുന്ന സെൽസാണ് ഇത് പാരൻ കൈമ എന്ന് പറയുന്നത്. ഇനി എന്തിനാണിത്? ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് ദി സ്റ്റോറേജ് ഓഫ് ഫുഡ്. അപ്പം നമുക്കറിയാം സോഫ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ അതിൽ ലീവ്സ് ഒക്കെ പെടും അല്ലേ. ലീവ്സിലല്ലേ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അല്ലേ. അപ്പോൾ സോഫ്റ്റ് പാർട്സിൽ കാണപ്പെടുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ് പാരൻ കൈമ. അത് ഫോട്ടോസിന്തസിസിന് വേണ്ടിയും അതുപോലെ സ്റ്റോറേജ് ഓഫ് ഫുഡിന് വേണ്ടിയും. ഫോട്ടോസിന്തസിസിൽ ഫുഡാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫോട്ടോസിന്തസിസിന് വേണ്ടിയും സ്റ്റോറേജ് ഓഫ് ഫുഡിന് വേണ്ടിയുമാണ് പാരൻ കൈമ എന്ന സെല്ലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ടൈപ്പ് ആണ് ഇത് കോളൻ കൈമ. രണ്ടാമത്തെ ടൈപ്പ് കോളൻ കൈമ. നമുക്ക് നോക്കാം. കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ തിക്ക് ഓൺലി അറ്റ് ദി കോർണേഴ്സ് ഓഫ് ദി സെൽ വാൾ. അപ്പോൾ ഈ കോളൻ കൈമാൻ്റെ സെല്ല് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ 2 സെല്ല് ഇപ്പോൾ അടുത്തടുത്തുള്ള 2 സെല്ല്, ഈ 2 സെല്ല് ഇതാ ഇങ്ങനെ. ഈ സെല്ലിൽ ഇതിൻ്റെ കോർണേഴ്സിൽ മാത്രം തിക്കായിരിക്കും. ആദ്യം നമ്മൾ വരച്ചത് ജസ്റ്റ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ രണ്ടാമത് കോളൻ കൈമയിൽ വരക്കുമ്പം ഇങ്ങനെയുള്ള ഈ ഒരു സെല്ലിൻ്റെ കോർണർ, ഇപ്പോൾ 5 കോർണർ ഉണ്ട്, ഈ 5 കോർണറിൽ മാത്രം എന്തായിരിക്കും? തിക്കായിരിക്കും. ബാക്കിയെല്ലാം നേരിയതായിരിക്കും, തിന്നായിരിക്കും. ഈ കോർണറിൽ മാത്രം എന്തായിരിക്കും? തിക്ക് സെല്ലായിട്ട് കാണപ്പെടും. അതാണ് നമുക്കിവിടെ ഇടയ്ക്ക് ബ്ലാക്ക് കുറച്ചധികം കാണുന്നില്ല ഈ ഇടയിലെല്ലാം. അപ്പോൾ അതാണ് തിക്ക് കോർണേഴ്സ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തിക്ക് കോർണേഴ്സ് ആയിട്ടുള്ള സെൽ വാൾ, കോർണറിൽ മാത്രം തിക്കായിട്ടുള്ള സെൽ വാളുള്ള സെല്ലിനെയാണ് അല്ലെങ്കിൽ ടിഷ്യൂവിനെയാണ് കോളൻ കൈമ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ തിക്ക് ഓൺലി അറ്റ് ദി കോർണേഴ്സ് ഓഫ് ദി സെൽ വാൾ. സെൽ വാളിൻ്റെ കോർണറിൽ മാത്രം തിക്കായിട്ടുള്ളത്, കോർണറിൽ മാത്രം തിക്കായിട്ടുള്ള സെൽസാണ് ഇത് കോളൻ കൈമ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്സ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു വഴക്കം, അതിങ്ങനെ ഒടിയാനും മറിയാനൊക്കെയുള്ള, കാറ്റിനിങ്ങനെ ആടുന്നൊക്കെ ഇല്ലേ. അപ്പോൾ അത് ഫ്ലെക്സിബിൾ ആകാൻ കാരണം ഈ കോളൻ കൈമ എന്ന സെൽസുള്ള ഭാഗത്താണ് ഫ്ലെക്സിബിൾ ആകുക. അതുപോലെ സപ്പോർട്ട്, ആ ഒരു ട്രീക്ക് അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിന് നിവർന്ന് നിൽക്കാനുള്ള ആ ഒരു സപ്പോർട്ട് നൽകുന്നതും ആരെന്നെയാണ്? ഈ കോളൻ കൈമ സെൽസാണ്. സ്ക്ലീറൻ കൈമ, മൂന്നാമത്തെ ടൈപ്പ് സ്ക്ലീറൻ കൈമ എന്താണ് നോക്കാം. കമ്പോസ്ഡ് ഓഫ് സെൽസ് യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദി സെൽ വോൾ. അതായത് ഒരു സെല്ല് വരച്ചു. ഇപ്പോൾ ഒരു സെല്ല് എടുത്താൽ ആ സെല്ലിൻ്റെ എല്ലാ ഭാഗത്തും തിക്കാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് കോളൻ കൈമയിൽ പറഞ്ഞത് അതിൻ്റെ കോർണേഴ്സിൽ മാത്രം തിക്ക് എന്നാണ് അല്ലേ. ഇവിടെ ഇതിൻ്റെ സെൽ വോളിൻ്റെ മൊത്തം ചുറ്റും എന്തുതന്നെയാണ്? തിക്കായിട്ട് കാണപ്പെടുന്ന സെൽസിനെയാണ് സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. അപ്പം കോളൻ കൈമ എന്ന് പറയുമ്പം കോർണേഴ്സ് മാത്രം നോക്കുക. കോളൻ കൈമ കോർണേഴ്സ്, കോർണർ കോളൻ കൈമ എന്ന് ഓർമ്മിക്കാം. കോർണർ കോളൻ കൈമ, ഓർമ്മിക്കുക, മാറിപ്പോവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ കോളൻ കൈമ കോർണേഴ്സിൽ മാത്രം തിക്കായിട്ടുള്ളത്. പക്ഷെ സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഭാഗത്തും തിക്കായിട്ടുള്ളത്, ഓൾ ഓവർ ദി സെൽ വോൾ തിക്കായിട്ടുള്ളതാണ് ഏത്? സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. ഇനി എന്തിനാണിത്? പ്രൊവൈഡ്സ് സ്ട്രെങ്ത്. എന്തായിരിക്കും? ഇപ്പം എല്ലാ ഭാഗത്തും തിക്ക് എന്തിനാണ്? സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി, സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട്. ആ ഒരു പ്ലാന്റിന് നല്ല സ്ട്രെങ്ത്, നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ് എന്തിന്? ഈ സ്ക്ലീറൻ കൈമ ഉള്ളത്. അപ്പോൾ മെയിനായിട്ട് വലിയ പ്ലാന്റ്സ്, വലിയ ട്രീ ഒക്കെ ആകുമ്പോൾ അതിൽ സ്ക്ലീറൻ കൈമ എന്ന് പറയുന്ന പാർട്ട് കൂടുതലായിരിക്കും സെൽസ്. അത് നല്ല ഉറപ്പുള്ള ഭാഗമാണ് ഉണ്ടാകുക അല്ലേ. സാധാരണ ചെറിയ ചെടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കാം. പക്ഷെ വലിയ ട്രീ ഒക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റൂല അല്ലേ. കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സ്ട്രെങ്ത് കൂടുന്ന ഭാഗങ്ങളിലാണ് ഏതുണ്ടാവുക? സ്ക്ലീറൻ കൈമ ഉണ്ടാവുക. അടുത്തതാണ് വാസ്കുലാർ ടിഷ്യൂസ്. വാസ്കുലാർ ടിഷ്യൂസ് നമ്മൾ ആദ്യം പറഞ്ഞു, അത് 2 ടൈപ്പാണുള്ളത്, സൈലം ആൻഡ് ഫ്ലോയം. അപ്പോൾ എന്താണ് സൈലം ഫ്ലോയം എന്ന് പറയാം. അതിനു മുമ്പ് നമുക്കറിയാം ദി പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് അല്ലേ. ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടി റൂട്ടിൽ കൂടി വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ സൺലൈറ്റ് ഉണ്ട്. അതൊക്കെ ഈ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചാണ് എന്ത് ഉണ്ടാക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ടിൽ കൂടി മിനറൽസും വാട്ടറും ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇനി എവിടത്തേക്ക് എത്തണം? ലീവ്സിലേക്ക് എത്തണം. അങ്ങനെ ലീവ്സിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ടിഷ്യൂസാണ് സൈലം എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് വഴി അബ്സോർബ് ചെയ്യുന്ന വാട്ടർ, മിനറൽ, ഇത് രണ്ടും ലീവ്സിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ്? സൈലം വഴിയാണ്. ഇനി ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലീവ്സിൽ നിന്നും പ്ലാന്റ് ബോഡി പാർട്സിലേക്ക് എത്തണം അല്ലേ. ആ ഫുഡ് പ്ലാന്റിൻ്റെ മറ്റ് പാർട്സിലേക്ക് എത്തണം. അങ്ങനെ പ്രിപ്പയർഡ് ഫുഡ് ബോഡി പാർട്സിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സെൽസിനെയാണ് അല്ലെങ്കിൽ ടിഷ്യൂസിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. വാട്ടർ ഇതെവിടെ ഉണ്ട്? ദി വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദി റൂട്ട്സ് നീഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ലീവ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഫുഡ് പ്രിപ്പയർഡ് ഇൻ ലീവ്സ് നീഡ് ടു ട്രാൻസ്പോർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ്. അപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുഡ് ഡിഫറെൻറ്റ് പാർട്സിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് വാസ്കുലാർ ടിഷ്യൂസ്. ദി സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ഫോംഡ് ഫ്രം പെക്യുലിയർ സെൽസ് ടു ഡു ദിസ് ആർ കോൾഡ് വാസ്കുലാർ ടിഷ്യൂ. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനും ആ ഫുഡ് തിരിച്ച് പാർട്സിലേക്ക് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് വാസ്കുലാർ ടിഷ്യൂസ്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് സൈലവും അതിനുശേഷം തിരിച്ച് ഫുഡ് ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്നത് ഫ്ലോയും ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെയും ഫ്ലോയത്തിൻ്റെയും സ്ട്രക്ചർ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല, കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് കാണുന്നത്. നേരത്തെ നമുക്കറിയാം സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറായിരുന്നു അല്ലേ. സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറായിരുന്നു. ഒരേപോലെയുള്ള ഒരുപാട് കോശങ്ങൾ അടുപ്പിച്ച് വെച്ചിട്ടാണ് ഇതുണ്ടായത്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയേ, ഒരേ ടൈപ്പ് കോശങ്ങളല്ല അല്ലെങ്കിൽ ഒരേ ടൈപ്പ് സെൽസുകളല്ല കാണപ്പെടുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആണ് ഇതിൽ കാണപ്പെടുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് കാണും. ഡിഫറെൻറ്റ് ടൈപ്പ് എന്നല്ല, ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് ഇതിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് കോംപ്ലക്സ് ടിഷ്യൂ എന്നും ഇതിന് പേരുണ്ട്. They are called complex tissues because they are formed from different kinds of cells. Different kinds of cells എന്നാണ് ഇത് രൂപപ്പെടുന്നത്, ഇത് ഉണ്ടാകുന്നത് അല്ലേ. ഒരേപോലെയുള്ള ഈ ഭാഗത്തൊക്കെ വ്യത്യാസം കാണുന്നുണ്ട് അല്ലേ, എല്ലായിടത്തും ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നുണ്ട്, ഒരേപോലെയുള്ള സെൽസ് അല്ല കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കോംപ്ലക്സ് ടിഷ്യൂ, സിമ്പിൾ അല്ല, കോംപ്ലക്സ് ടിഷ്യൂ എന്ന് ഇതിന് അറിയപ്പെടുന്നു. അപ്പോൾ വാസ്കുലാർ ടിഷ്യൂ ഓൾസോ നോൺ ആസ് കോംപ്ലക്സ് ടിഷ്യൂ. വൈ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ പറയാൻ പറ്റണം. ഇനി നമുക്ക് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും സ്ട്രക്ചേഴ്സ് ഒന്ന് വിശദമായി നോക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ സൈലത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ട്യൂബ്സ് ഫോംഡ് ഫ്രം ഇലോങ്ങേറ്റഡ് സെൽസ്. ഇലോങ്ങേറ്റഡ് സെൽസ് ആണ് സൈലത്തിനുള്ളത്. ഇലോങ്ങേറ്റഡ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീളത്തിലുള്ളത് അല്ലേ. നമുക്ക് നോക്കാം, ഇതാ സൈലത്തിന് നീളത്തിൽ, താഴേക്ക് നീളത്തിലുള്ള സെൽസ് ആണ് കാണുന്നത്. അടുത്തത്, ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദി റൂട്ട്സ് ടു ദി ലീവ്സ്. ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദി റൂട്ട്സ് ടു ദി ലീവ്സ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. വാട്ടറും മിനറൽസും, റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസും ലീവ്സിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് സൈലമാണ്. ഇനി അടുത്തത്, സൈലം ഹാസ് തിക്ക് സെൽ വോൾസ് ആൻഡ് ദെർഫോർ പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദി പ്ലാന്റ്സ്. അപ്പോൾ സൈലത്തിനും എന്തുണ്ട്? തിക്ക് സെൽ വോൾസ് ഉണ്ട്. തിക്ക് സെൽ വോൾസ് ഉണ്ട്. എന്നിട്ട് എന്തിനാണ് തിക്ക് സെൽ വോൾ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും, പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത്. അതിന് ഉറപ്പ് കിട്ടാൻ വേണ്ടി, സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ് അതിന് സൈലം സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത നമുക്ക് ഫ്ലോയത്തിന് നോക്കാം അല്ലേ. ഫ്ലോയം കമ്പോസ്ഡ് ഓഫ് ട്യൂബുലാർ ഇന്റർ കണക്റ്റഡ് സെൽസ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതും ട്യൂബുലാർ തന്നെയാണ്. സൈലം നമ്മൾ ഇലോങ്ങേറ്റഡ് സെൽസ് എന്ന് പറഞ്ഞു, നീളത്തിലുള്ള സെൽസ് ആണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ട്യൂബുലാർ സെൽസ്, ഇലോങ്ങേറ്റഡ് ഓർ ട്യൂബുലാർ രണ്ടും സെയിം മീനിങ് തന്നെയാണ് വരിക. അപ്പോൾ ട്യൂബുലാർ ഇന്റർ കണക്റ്റഡ് സെൽസ്. ഫ്ലോയം എന്ന് പറഞ്ഞാൽ ട്യൂബുലാർ ആണ്, നീളത്തിലുള്ളതാണ്, ട്യൂബ് പോലെ കാണപ്പെടുന്നതാണ്. ഇന്റർ കണക്റ്റഡ് സെൽസ്, ഓരോ സെല്ലും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ഓരോ സെല്ലും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇന്റർ കണക്റ്റഡ് സെൽസ് ആണ്. എന്താണ്? ട്രാൻസ്പോർട്ട്സ് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ദി ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് ബോഡി. നേരത്തെ പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലീവ്സിൽ ഉണ്ടാക്കുന്ന സിന്തസൈസ്ഡ് ഫുഡ്, ലീവ്സിൽ ഉണ്ടാക്കുന്ന ഫുഡ് എവിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം? വേരിയസ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് ബോഡി. പ്ലാന്റ് ബോഡീൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയാണ് 5 ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് ഓർ പ്ലാന്റ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക്ഷീറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ. എന്താണെന്ന് വെച്ചാൽ ഈ ABCDE ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഏത് സെല്ലാണ് നിങ്ങൾ പറയണം. ട്രാൻസ്പോർട്ട് ഫുഡ് പ്രിപ്പയർഡ് ഇൻ ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്. എന്താണ് ആൻസർ? ഫുഡ്, ലീവ്സിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, വേരിയസ് പാർട്സ് ഓഫ് ദി പ്ലാന്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ആൻസർ? സൈലമല്ല, സൈലം റൂട്ട്സിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഫ്ലോയമാണ് ലീവ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാണ്? ഫ്ലോയം ആണ് ആൻസർ. ഇൻ ബി ക്വസ്റ്റ്യൻ, ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദി റൂട്ട്സ് ടു ദി ലീവ്സ്. നമ്മൾ പറഞ്ഞു എന്താണ്? വാട്ടറും മിനറൽസും, റൂട്ട്സ് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസും ലീവ്സിലേക്ക് എത്തിക്കുന്ന ആരാ? സൈലം. സി ക്വസ്റ്റ്യൻ, സീൻ ഇൻ ദി ടെൻഡർ പാർട്സ് ഓഫ് ദി പ്ലാന്റ്. ടെൻഡർ പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃദുവായ, സോഫ്റ്റ് ആയിട്ടുള്ള പാർട്സ്. അപ്പോൾ സോഫ്റ്റ് പാർട്സിൽ കാണുന്നത് ഏതാണ്? ഏതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്? തിക്കല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള സെൽ വോളിലതല്ലേ? ഏതാണത്? ആൻസർ പാരൻ കൈമ. പാരൻ കൈമ സെൽസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, പാരൻ കൈമ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള സെൽസ്. ഇവിടെ തിക്കൊന്നല്ല, സിമ്പിൾ ആയിട്ടുള്ള സെൽസ് കേട്ടോ. അപ്പോൾ അടുത്തത് ഡി, ഓൺലി ദി കോർണേഴ്സ് ഓഫ് ദി സെൽ വോൾസ് ആർ തിക്ക്. കോർണേഴ്സ് ഓഫ് ദി സെൽ വാൾ തിക്കായിട്ടുള്ളത് ഏതാണ്? കോർണേഴ്സ് ഓഫ് ദി സെല്ല്. ആൻസർ പറഞ്ഞേ. കോളൻ കൈമ. നമ്മൾ ഹിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കോണർ, കോളൻ, കോക്കോ, ഓർമ്മിക്കുക. കോളൻ കൈമയാണ് കോർണേഴ്സ് മാത്രം തിക്കായിട്ടുള്ളത്.
ഈ ക്വസ്റ്റ്യൻ cells that are uniformly thick all over the cell wall are seen. ഒരു സെല്ലിന്റെ എല്ലാ ഭാഗത്തും തിക്കായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? തിക്കായിട്ട് കാണപ്പെടുന്നത് കോളൻകൈമ അല്ല, കോളൻകൈമ കോർണറിൽ മാത്രം. അപ്പോൾ ഏതായിരിക്കും? സ്ക്ലീറൻ കൈമ. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.